സ്പെഷ്യല് ഇന്നേ നമ്മള് ഇന്നലെ ഗ്രില്ല് ഉണ്ടാക്കിയല്ലേ, ഫിഷ് ഗ്രില്ല്. ഇന്നെന്തോ മന്തി കഴിക്കാൻ തോന്നുന്നു. അപ്പൊ ഇന്ന് മന്തി അല്ല വേണ്ടിയ. അപ്പൊ ഞാൻ ചിക്കൻ പോയി രാവിലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അരി മസാലകള് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് മന്തി ഉണ്ടാക്കാം. മന്തിക്ക് നമ്മൾ ചിക്കൻ വാങ്ങിച്ചുള്ളത് തൊലിയുള്ള ചിക്കനാട്ടാ വാങ്ങിച്ചുള്ളത്. അതാണ് മന്തിക്ക് ആവശ്യം. നമ്മളതൊരു വലിയ പീസാക്കിട്ടാ, വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപ്പോൾ കഴുകി വൈഫ് ഇതേ കഴുകണം. ബസ്മതി റൈസ് ഇതേ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടാ. കറക്റ്റ് 1 കിലോ. അളിയനും പെങ്ങളെയും കൊണ്ടുവന്നിട്ടുണ്ട്. പെങ്ങള് ഇത് അളിയൻ, ഇത് അളിയൻ്റെ ഞങ്ങളുടെ മൂത്ത പുത്രൻ ഏതൻ ഇതേതൻ. അളിയനും പെങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പൊന്നുട്ടി ചാട്ടോട് പൊന്നുട്ടിയാ. ഇവർക്ക് എല്ലാവരും കൂടിയുള്ള ഫുഡാണ് ഉണ്ടാക്കണേ. ചൂട് മസാല ദോശ കേട്ടാ. അളിയൻ പണി കഴിഞ്ഞ് വന്നിരിക്കുക. അളിയന് ചൂട് മസാല ദോശയും സാമ്പാർ. മസാല ദോശക്ക് ചട്നി, ചമ്മന്തി, സാമ്പാർ. അങ്ങനെ അരി തിളപ്പിക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് അടുപ്പിൽ ഉപ്പിടുന്നു. ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം നമ്മൾ ചെറുതാക്കി അരിയണം കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്യണം. ഈ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞത് മിഠായി അല്ല, മാഗി ക്യൂബ്. ഇതും കൂടി വേണം നമുക്ക് ഇനി. അപ്പം ഞാനും ഒന്ന് മസാല അടിക്കണം, കഴിച്ചിട്ട് വരാം. അങ്ങനെ അരി ഞങ്ങൾ വെള്ളത്തിലിട്ട് തിളയ്ക്കാൻ വിട്ടു. കുറച്ച് വെന്താൽ മതി, അധികമായിട്ട് വേവരുത്. ഉപ്പുണ്ടോ എന്ന് നോക്കണം ലേശമായിട്ട്, വേറെ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അരി ഒന്ന് കാണിച്ചേ. ഇങ്ങനെ വെച്ചു. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള അരി സെറ്റ് ആവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ മന്തിക്ക് വേണ്ട സാധനങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. മാഗി ക്യൂബ്, അതുപോലെ തന്നെ ഗ്രാമ്പൂ, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ഉണക്ക നാരങ്ങ, പിന്നെ റെഡ് കളറ്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഊറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അടുപ്പത്ത് തരണ്ട. അങ്ങനെ ചിക്കനിക്ക് ആവശ്യത്തിന് മാഗി ക്യൂബ് 4 കേട്ടോ. മാഗി ക്യൂബ് വാങ്ങിച്ചത് 4 മാഗി ക്യൂബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഏലക്കായ, ഗ്രാമ്പു വേണം. ഇപ്പോൾ ഗ്രാമ്പു ഇട്ടു. ആവശ്യത്തിന് ഏലക്കായ വേണം. പിന്നെ ക്യാപ്സിക്കം നമുക്ക് ഒരെണ്ണം മൊത്തം ഇടുന്നുണ്ട് കേട്ടോ. ഇടുന്നുണ്ട്, നമ്മൾ അത്യാവശ്യത്തിന് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉണക്ക നാരങ്ങ നമുക്ക് ഇടണം, അതും ഇട്ടിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ കളർ ആഡ് ചെയ്യണം കേട്ടോ. റെഡ് കളറാണ് കുറച്ച് ആഡ് ചെയ്യണത്. നമ്മളെ അരി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ആവശ്യത്തിന് വെന്തിട്ട് കുറച്ച് വലിയ മൊത്തത്തിൽ വേണ്ട, ഏകദേശം കുറച്ച് വെന്താൽ മതി. നമ്മൾ ഓയിൽ 1 കപ്പ് വേണം കേട്ടോ. ഓയിൽ കപ്പ് നമ്മൾ ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഓയിൽ കൊടുത്തിട്ട് അങ്ങനെ 1 കപ്പ് കറക്റ്റ് ഒരു അളവ് 1 കപ്പാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി മിക്സ് ചെയ്യണം. അങ്ങനെ ചിക്കൻ നന്നായിട്ട് നമ്മൾ കുഴയ്ക്കണം കേട്ടോ. നല്ല രീതിയിൽ കളറൊക്കെ കയറി പിടിക്കണം. അപ്പോൾ നല്ല രീതിയിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാഗി ക്യൂബൊക്കെ നല്ല രീതിയിൽ ഉടയണം. അങ്ങനെ ഞങ്ങൾ അടുപ്പത്ത് കയറ്റിയിട്ടാണ്. ഞങ്ങൾക്കൊരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കണം ചിക്കൻ കേട്ടോ. 5 മിനിറ്റ് നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെച്ചാലാണ് ഒരു ഏകദേശം വെന്ത് കിട്ടുള്ളൂ. 2 സൈഡും മറിച്ച് ഇടണം കേട്ടോ. മൊത്തം 10 മിനിറ്റ്. ചിക്കൻ നമ്മൾ 5 മിനിറ്റ് ആയിട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആഡ് ചെയ്യേണ്ടത് പച്ചമുളക് ആഡ് ചെയ്യണം, ഒരു 3-4 എണ്ണം ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഉണക്ക നാരങ്ങ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി ഇളക്കണം കേട്ടോ. ഒന്നും കൂടി ഇളക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ ഒരു 1 സൈഡ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ ഒരു 1 സൈഡ് 5 മിനിറ്റും കൂടി ഒരു നോർമൽ വേവാനായിട്ട് വെക്കണം. ചിക്കൻ ഒക്കെ എടുക്കണമൊക്കെ നല്ല കളറൊക്കെ ആയി സെറ്റായി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് കൂടി കഴിഞ്ഞു. ഇനി നമ്മൾ റൈസ് നമ്മൾ ചിക്കനിൽ ആഡ് ചെയ്യാൻ പോകട്ടോ. അതുപോലെ ആഡ് ചെയ്യണം.
റൈസൊക്കെ വീണാണ് എന്താ രസമല്ലേ, വായ കൊതി വരുന്നേ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചിക്കൻ എടുത്ത കുറച്ച് ഓയിലും ഫുഡ് കളറും ചേർത്തുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇനി മോളിക്കൂടെ നൈസായിട്ട് ഇങ്ങനെ ഇതാക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും റൈസ് ഇടണം കേട്ടോ. അപ്പം ഇനി ലാസ്റ്റ് റൈസ് ഇട്ട് ലാസ്റ്റത്തെ സ്റ്റെപ്പും കൂടി ചെയ്ത് നമുക്ക് പണിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മൂടി വയ്ക്കണം. ഒരു അരമണിക്കൂർ മൂടി വെച്ചോ. നമ്മൾ ഇനി മൊത്തം എയർ കിടക്കാത്ത രീതിയിൽ മൂടി വയ്ക്കണം. വെയിറ്റും വെക്കണം. അതായത് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണ്ട, അധികം തീ പാടില്ല. ഒരു അരമണിക്കൂർ സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പം നമ്മൾ ബിരിയാണി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളംകളിയിലെ ട്രെയിലുണ്ട്. അപ്പോൾ ഒന്ന് ട്രെയിൽ അടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഫുഡ് അടിക്കാം. ഓക്കെ. അങ്ങനെ ഞാൻ അളിയനും ട്രെയിലൊക്കെ കഴിഞ്ഞ് വന്നു. ട്രെയില് നിർത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ അവിടെ ട്രെയിനിങ് ഇല്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും ട്രെയിനിങ് ചെയ്യണം. അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് ഏതുണ്ട്, അനിട്ടുണ്ട്, പെങ്ങളുണ്ട്, വൈഫുണ്ട്. അപ്പോൾ മന്തിയും മൈനോസൊക്കെ ആയിട്ട് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കഴിച്ചാൽ അഭിപ്രായം പറയട്ടോ. അപ്പോൾ മന്തിയുടെ കളറൊക്കെ നോക്കിയാൽ സെറ്റായിട്ടുണ്ട്. ആ ചിക്കൻ പീസ് കാണിച്ചേ എന്താ, ചിക്കൻ പീസ് എല്ലാം വെന്ത് ലെവലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈനോസ് എന്താ, മൈനോസ് ഇല്ലാണ്ട് എന്ത് മന്തി അല്ല അളിയാ. പിന്നെ അതെ ചമ്മന്തി. ഇനി നമ്മൾ ഇലയൊക്കെ വിരിച്ച് മൈനോസ് കൊടുക്കുന്നത്. മൈനോസ് അതുപോലെ തന്നെ കുറച്ച് ചമ്മന്തി. എന്നറിയാ കഴിച്ചിട്ട് എങ്ങനെ പറഞ്ഞേ, പ്രേക്ഷകരോട് പറഞ്ഞേ അഭിപ്രായം എന്നെ പറഞ്ഞേ. അപ്പൊ ചേട്ടാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, കുറച്ച് മൈനോസും കുറച്ച് റൈസ്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മന്തി ടേസ്റ്റ് ചെയ്യാൻ പോട്ടോ. സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാല് മറ്റേ ചാർക്കോളിന്റെ കുത്തൊന്നുമില്ല, നമ്മളിങ്ങനെ ഇത് കരിഞ്ഞതൊന്നുമില്ല, ഒന്നുമില്ല. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ മൈനോസ് നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാം സൂപ്പറായി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ പെങ്ങൾ എല്ലാവരും അളിയനെ കുളിച്ച് നല്ല രീതിയിൽ മന്തി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ. എല്ലാവരും അഭിപ്രായം ചോദിച്ചിരിക്കുക ഇല്ല അളിയാ, എല്ലാം ടേസ്റ്റ് ഇല്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണേക്ക് മുന്നേ ബൈ ടാറ്റ എടുത്തേ അളിയാ. ഓക്കെ ബൈ. പൊന്നിട്ടി പറഞ്ഞേ സപ്പോർട്ട് ചെയ്യാൻ പറയാതാ.